നമസ്കാരം. ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമിതവണ്ണം അഥവാ ഒബസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. സോ ഇതിൻ്റെ ചികിത്സാ രീതികളും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ സുധീർ ഓവിയാണ്, പ്രൊഫസർ ആൻഡ് HOD, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സർജറി, അമൃത ഹോസ്പിറ്റൽ. നമസ്കാരം ഡോക്ടർ. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണല്ലോ. അവിടെ ഒബസിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഒബിസിറ്റി വേൾഡ് ഓവർ പടർന്നു പിടിക്കുന്ന ഒരു മഹാമാരി പോലെ, ഒരു പാൻഡമിക് പോലെയാണ് ഇപ്പോൾ. ഓരോ വർഷം കൂടുന്നതും ഒബീസായ ആൾക്കാരുടെ എണ്ണം, അമിതവണ്ണമുള്ള ആൾക്കാരുടെ എണ്ണം വേൾഡ് ഓവർ കൂടി വരികയാണ്. എല്ലാ കൺട്രിയിലും, ഇന്ത്യ മാത്രമല്ല എല്ലാ കൺട്രിയിലും. ഇന്ത്യയും അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഏകദേശം വെസ്റ്റേൺ വേൾഡിൻ്റെ അത്ര തന്നെ ഒരു ഒബീസ് ആൾക്കാർ ഇന്ത്യയിലുമുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. ഞങ്ങളുടെ ഇന്ത്യയിലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 12 to 13% ഓഫ് ആൾക്കാർ ഒബീസാണ്. മാത്രമല്ല ഓവർ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ, അമിതവണ്ണം ഓവർ വെയ്റ്റ് എന്ന് പറയും. ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർ ഏകദേശം ഒരു 35 to 50% ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർ. സോ ഇതൊരു മേജർ പ്രോബ്ലമാണ് ഒബിസിറ്റി ഇൻ ഇന്ത്യ. ഒരാൾ നമുക്ക് എപ്പോഴാണ് അയാൾ അമിതവണ്ണം ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഒബേസായിട്ട് പറയാൻ പറ്റുക? നമ്മൾ യൂഷ്വലി നമ്മളുടെ വെയ്റ്റ് ആൻഡ് ഹൈറ്റിന് അനുപാതികമായിരിക്കണം. നമ്മളുടെ ഒരു 180 ഒരാളുടെ വെയ്റ്റ് യൂഷ്വലി 80 കിലോഗ്രാം ആയിരിക്കണം. അതായത് വെയ്റ്റ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ, അതിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ -100 അതായിരിക്കും അവരുടെ വെയ്റ്റ് ഇൻ ജനറൽ. അതായത് ഒരു 180 സെൻറ്റിമീറ്റർ ഒരാളുടെ വെയ്റ്റ് അപ്പോൾ 80 കിലോഗ്രാം ആയിരിക്കും. ഒരു 160 സെൻറ്റിമീറ്റർ ഒരാളുടെ വെയ്റ്റ് അപ്പോൾ 60 കിലോഗ്രാം ആയിരിക്കും. അതാണ് യൂഷ്വൽ വെയ്റ്റ്. പക്ഷേ ഇത് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 100 കിലോഗ്രാമിന് മേലെ പോവുകയാണെങ്കിൽ അവർ നമുക്ക് ജനറലി ഒബീസ് എന്ന് വേണം പറയാം. ഈ ഒബിസിറ്റി നമ്മൾ അറിയുന്നത് ഒരുതരം ഒരു ടൂളിലൂടെയാണ്, ഒരു ഇൻഡെക്സിലൂടെയാണ്. നമ്മളതിന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മളുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതാണ് BMI. സാധാരണഗതിയിൽ നോർമൽ BMI ഈസ് 20 to 25. ഇതാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന നോർമൽ BMI. ഇതിൽ കൂടുതലാണെങ്കിൽ അത് ഓവർ വെയ്റ്റ് ആണ്. ഉദാഹരണത്തിന് ഈ 25 to 30 നമ്മളതിന് ഓവർ വെയ്റ്റ് എന്ന് പറയും. 30 മേലെയാണെങ്കിൽ അത് ഒബീസിറ്റിയാണ്. പൊതുവെ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അമിതവണ്ണം നമ്മളുടെ ശരീരത്തിൻ്റെ ഏകദേശം എല്ലാ ഓർഗൻസിനും ബാധിക്കും, മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഏകദേശം അമിതവണ്ണം കൊണ്ട് നമുക്ക് 40 അസുഖങ്ങളുണ്ടാകുമെന്നാണ് പറയുക പൊതുവെ. നമ്മുടെ യൂഷ്വലി ഉണ്ടാകുന്നത് നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലൈപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടുതലാവുക, സ്ലീപ്പ് അപ്നിയ, അമിതമായിട്ട് നമ്മുടെ കോർക്കം വലിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ശ്വാസതടസ്സം, ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെ മാത്രമല്ല സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്സ്. അതായത് പക്ഷാഘാതം ഉണ്ടാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽ അടഞ്ഞു പോയിട്ട് ലിംബുകളൊക്കെ, കാലും കൈയൊക്കെ ബ്ലഡ് സപ്ലൈ നിന്നിട്ട് പൊളിച്ച് കളയേണ്ട അവസ്ഥകൾ, ഇതൊക്കെ തന്നെയും ഒബിസിറ്റിയിൽ കൂടുതലാണ്. ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി വളരെ കൂടുതലാണ് ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക്. സോ ഒബിസിറ്റി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിനെയും മോശമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. സർ, പൊതുവെ സ്ത്രീകളിൽ അമിതവണ്ണം ഉണ്ടെങ്കിലേ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഇത് അവരുടെ ഫെർട്ടിലിറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ത്യയിലെ സ്ത്രീകളിലാണ് അമിതവണ്ണം പുരുഷന്മാരെക്കാട്ടിയും കൂടുതലായിട്ട് കാണുന്നത്. സ്ത്രീകളിൽ അമിതവണ്ണം ഒരു 60% ആൾക്കാർ ഓവർ വെയ്റ്റ് ആണ്. അറൗണ്ട് 20% സ്ത്രീകൾ ഇന്ത്യയിൽ ഒബീസാണ്. അത് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി അഡോളസൻസ് ആൻഡ് ഏർലി അഡൾട്ട്ഹുഡിലെ ആൾക്കാർക്കാണ് കൂടുതലും ഒബിസിറ്റി ഇന്ത്യയിലെ സ്ത്രീകളിൽ കാണുന്നത്. അത് നമ്മൾ പല ഹോർമോൺ ചേഞ്ചസും ബോഡിയിൽ ഉണ്ടാക്കുന്നു. PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് കേട്ട്, നമ്മുടെ ഓവറിയിലൊക്കെ സിസ്റ്റ് വരിക, അതുകൊണ്ടുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ ഈ സ്ത്രീകളിൽ വളരെ കൂടുതലാണ്. ഒബീസ് സ്ത്രീകളിൽ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. സ്ത്രീകളെ പറ്റി പറഞ്ഞു. കുട്ടികളിൽ ഈ ഒബസിറ്റി പൊതുവെ ചില കുട്ടികളിലൊക്കെ പൊതുവെ വളരെയധികം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒബസിറ്റി കാരണം ഉണ്ടാവുന്നത്? കുട്ടികളിൽ ഇത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് അവർ
ഒരു ആക്ടിവിറ്റി ഒന്നുമില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. കുറവാണ്. അവർ മെയിൻലി കൂടുതലും ഗാഡ്ജറ്റ്സും ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അല്ലെങ്കിൽ അതിലുള്ള ഗെയിംസൊക്കെ നോക്കിയുള്ള ആൾക്കാരാണ്. സോ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒബിസിറ്റിയുടെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒബിസിറ്റി വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെയും ഒരു 12% ഇന്ത്യയിലെ കുട്ടികൾ ഒബീസാണെന്നാണ് സർവേ പറയുന്നത്. അത് വളരെ കൂടുതലാണ്. ഈ ഒബീസിറ്റി ഇൻ ചിൽഡ്രൻ്റെ മേജർ വേറൊരു കാര്യം, ഇവർ വലുതാകുമ്പോഴും ഇവർക്ക് ഒബിസിറ്റി വരാം, ആ ഒബിസിറ്റി കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അതിനെ കൊണ്ടുണ്ടാകുന്ന ഏർലി ഡെത്ത്, അവരുടെ ലൈഫ് സ്പാൻ വളരെയധികം കുറയാം. ഒബീസ് പീപ്പിളിൻ്റെ ലൈഫ് സ്പാൻ നോർമൽ ആൾക്കാരുടെ ലൈഫ് സ്പാൻ കാട്ടും വളരെ കുറവാണ്. അപ്പം ചൈൽഡ്ഹുഡ് ഒബിസിറ്റി നമുക്ക് അഡൾട്ട്ഹുഡിലും കണ്ടിന്യൂ ചെയ്യാം. അത് മേജർ പ്രോബ്ലമാണ്. കാരണം ഈ ചെറിയ കുട്ടികളിലാണ് നമ്മൾ ഫാറ്റ് സെൽസ് രൂപപ്പെടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഒബീസ് ആകുമ്പോഴേ ഫാറ്റ് സെൽസിൻ്റെ നമ്പറും കൂടുന്നു, അതിനകത്തുണ്ടാകുന്ന ഫാറ്റും കൂടുന്നു. അങ്ങനെയാണ് കുട്ടികൾക്ക് കൂടുതലും ഒബീസ് ആവുന്നത്. പിന്നെ ഒബിസിറ്റി കുട്ടികൾക്ക് കുറേ മാനസികമായ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അവർ സ്കൂളിലുണ്ടാകുന്ന ബുള്ളിയിങ്, അവർ കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസ് അവർ കൂടുതലുണ്ടാകുന്നുണ്ട്. വെയ്റ്റിനെ പറ്റിയിട്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയുക, ഡിപ്രഷനിലേക്ക് പോവുക. അങ്ങനെ കുട്ടികളുടെ ഒബിസിറ്റിനെ കൊണ്ട് കുറേ അധികം പ്രോബ്ലം ഉണ്ട്. അപ്പാർട്ട് ഫ്രം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസിന് പുറമെ. സോ ഒബിസിറ്റി കുട്ടികളിൽ ഒരു വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ അത് വളരെ കൂടുതലാണ്, ഒബിസിറ്റി ഇൻ ചിൽഡ്രൻ. ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് പ്രായം ഒരു കൺസിഡറേഷനേ അല്ല ഒബിസിറ്റിനെ വെച്ചിട്ട്. അതെ. അപ്പോൾ ഇത് തടയാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളെ പറ്റി പറഞ്ഞുതരാമോ? ഒബിസിറ്റി തടയാനുള്ള മാർഗം സിമ്പിളാണ്. ലെസ് എനർജി ഇൻടേക്ക്, മോർ എനർജി ഔട്ട്പുട്ട്. നമ്മൾ വേണ്ടുന്നത്ര മാത്രം എനർജി ഇൻടേക്ക് കഴിക്കുകയാണെങ്കിൽ, അത്ര തന്നെ വ്യായാമം, എനർജി ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒബിസിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ടത് ഏകദേശം ഒരു 2600 കാലറി ആണ് നമ്മളുടെ വേണ്ടുന്ന നോർമൽ കാലറി ഇൻടേക്ക് നമുക്ക് വേണ്ടുന്നത്. അത്രയും കാലറി ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. ആൻഡ് ഓൾസോ യു ഹാവ് ടു ഡു സം നമ്മുടെ റെഗുലർ ഫിസിക്കൽ എക്സസൈസും നമുക്ക് വേണം. ഇത് മാത്രമേ ഉള്ളൂ ഈ ഒബിസിറ്റി തടയാനുള്ള മാർഗം. ലെസ് ഫുഡ് ഇൻടേക്ക് ആൻഡ് റെഗുലർ എക്സസൈസ്. ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വേണ്ടുന്നത്ര പ്രോട്ടീൻ കഴിക്കുക, കൂടുതൽ കാർബോഹൈഡ്രേറ്റും കൂടുതൽ ഫാറ്റും നമ്മൾ അവോയ്ഡ് ചെയ്യുക. കൂടുതൽ ഫ്രൈഡ് ഫുഡ്, കുറേ ജങ്ക് ഫുഡ്, ഇതൊക്കെ ഹൈ കാലറി ഫുഡാണ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് കൂടുതൽ പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിനകത്ത് ചേർക്കുക. ധാന്യങ്ങൾ ചേർക്കുക, അല്ലെങ്കിൽ ഫിഷ്, എഗ്ഗ്, ഇതൊക്കെ നല്ല പ്രോട്ടീനാണ്. അതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. നമ്മളുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ജീവിത രീതി മെയിൻലി കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കുകയാണല്ലോ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണല്ലോ. അത് വെരി ഹൈ കാലറി ഉള്ള ഫുഡാണ്. സർ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം 40 വരെ അസുഖങ്ങൾ ഈ ഒരു ഒബസിറ്റി മാത്രം കാരണം ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ഇനീഷ്യലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒബിസിറ്റി നമ്മൾ ഓവർ വെയ്റ്റ്, ഒബിസിറ്റി അങ്ങനെ നമുക്ക് തരംതിരിക്കാം. ഓവർ വെയ്റ്റ് ഉള്ള ഒരാളുടെ ചികിത്സാ രീതി ഡയറ്റ് ആൻഡ് എക്സസൈസ് മാത്രമാണ്. അതിന് വേറെ പ്രത്യേകിച്ച് നമുക്ക് സർജിക്കലോ ഇല്ല വേറെ മരുന്നുകളോ ഇല്ല. ഡയറ്റ് ആൻഡ് എക്സസൈസിനെ കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ബട്ട് അവർ ഒബിസിറ്റി ഒരു BMI 35 മേലെ ആവുകയാണെങ്കിൽ, 35 മേലെ BMI ആയി അതിന് കൂടെ വേറെ വല്ല ഒബിസിറ്റി റിലേറ്റഡ് അസുഖങ്ങൾ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സർജറി വേണ്ടി വരും ഒബിസിറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒബിസിറ്റി 40 BMI 40 മേലെ ആവുക, ഈവൻ വിത്തൗട്ട് എനി ഡിസീസസ്, വേറെ അസുഖങ്ങളില്ലെങ്കിലും BMI 40 മേലെയാണെങ്കിൽ അവർക്ക് സർജറി ആവശ്യമാണ്. സർ ഇപ്പോൾ പറഞ്ഞല്ലോ BMI ഏകദേശം ഒരു 35 കൂടുതലാകുമ്പോഴാണ് നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യണമെന്നല്ലേ സാർ പറഞ്ഞു? BMI 35 മേലെ അതിന് കൂടെ ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, BMI 40 മേലെയാണെങ്കിൽ ഈവൻ വിത്തൗട്ട് ഇനി വേറെ അസുഖങ്ങളില്ലെങ്കിലും സർജറി ഇൻഡിക്കേറ്റഡ് ആണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് ഒബിസിറ്റി കൊണ്ടുണ്ടായേക്കാവുന്ന ബാക്കിയുണ്ടാകുന്ന പ്രോബ്ലംസ്, ലൈക്ക് അവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്, അവിടെ ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവാം, അപ്പോൾ അതൊക്കെ വേറെ പക്ഷാഘാതമോ അല്ല അതുപോലെ പ്രോബ്ലം ഉണ്ടാവാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ കൂർക്കം വലിയ കൊണ്ടുണ്ടാകുന്ന സ്ലീപ്പ് ആപ്നിയ, അതിനെ കൊണ്ടുണ്ടാകുന്ന കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവാം. സോ ഈ ഒരു കാറ്റഗറിയിൽ BMI 35+ ഒരു അസുഖം ഉണ്ടാവുക, അല്ലെങ്കിൽ BMI 40 മേലെ ഉണ്ടെങ്കിൽ
സർജറി ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ സർജറി എത്രത്തോളം സീരിയസ് ആണ്? ഇനിയിപ്പോൾ ഒരാൾ സർജറി കഴിഞ്ഞു എന്ന് വിചാരിക്കാം, അതിനെന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? ഈ സർജറി വളരെയധികം സേഫാണ് എന്നാണ് പറയുക. പൊതുവെ പറയുകയാണെങ്കിൽ ഈ സർജറി നമ്മളുടെ ഒരു അപ്പൻഡിസെക്ടമി ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഈവൻ നോർമൽ ഡെലിവറി ചെയ്ത പോലെയോ അത്രയും സേഫാണ് ഒബിസിറ്റി സർജറി. അപ്പം അതുകൊണ്ട് വേറെ വലിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഈ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ സ്പെസിഫിക്കലി? ഈ സർജറി, ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും തീർച്ചയായിട്ടും അവരുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തണം. കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവർ കുറച്ച് ഭക്ഷണം മാത്രമേ അവർ കഴിക്കുള്ളൂ. ഭക്ഷണത്തിൻ്റെ എമൗണ്ട് വളരെ വളരെ കുറവായിരിക്കും. അത് തന്നെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ റെഗുലർ എക്സസൈസും ഉണ്ടാവണം. യൂഷ്വലി നമ്മൾ പറയും ആഫ്റ്റർ സർജറി 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കാരണം അവർക്ക് വലിയ വിശപ്പുണ്ടാവില്ല ഈ സർജറി കഴിഞ്ഞതിന് ശേഷം. കാരണം വിശപ്പുണ്ടാവാനുള്ള ചില ഹോർമോണുകളുടെ അളവൊക്കെ കുറയും. അപ്പോൾ കൂടുതൽ വിശപ്പുണ്ടാവില്ല. അതുകൊണ്ട് 3 നേരം മാത്രമേ അവർ ഭക്ഷണം കഴിക്കാവുള്ളൂ. മാത്രമല്ല വേണ്ടുന്നത്ര എക്സസൈസും ചെയ്യണം. അത് അവരുടെ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ കുറച്ച് വൈറ്റമിൻസ് കൂടുതൽ കഴിക്കണം. കാരണം കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡിയിൽ വൈറ്റമിൻ്റെ അഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റമിൻസ് കൂടി കൂടുതൽ കഴിക്കേണ്ടി വരും. വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ നമ്മൾ സർജറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ സർജറീൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒബെസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുമോ? ഒബിസിറ്റിയുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. ആക്ച്വലി ഒരു സസ്റ്റെയിൻഡ് വെയ്റ്റ് ലോസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒബിസിറ്റി സർജറി ചെയ്യണമെന്നാണ് പറയുന്നത്. ബാക്കി ഡയറ്റും എക്സസൈസിലൂടെയൊക്കെ തന്നെയും നമുക്ക് സസ്റ്റെയിൻഡ് വെയ്റ്റ് ലോസ് ആയിരിക്കില്ല. കുറച്ച് വെയിറ്റ് കുറയും, പക്ഷേ വീണ്ടും അവരുടെ വെയിറ്റ് പൂർവാധികം തന്നെ തിരിച്ചു വരുന്ന പോലെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ സർജറി ഒരു സസ്റ്റെയിൻഡ് വെയിറ്റ് ലോസിന് ഉള്ള ഒരു ടൂളാണ്. നമുക്ക് അധികമുള്ള വെയിറ്റിൻ്റെ ഏകദേശം ഒരു 60 to 70% വെയിറ്റ് കുറയും ആഫ്റ്റർ സർജറി ഇൻ 1 year. അധികമുള്ള വെയിറ്റിൻ്റെ ഏകദേശം 60 മുതൽ 70% വരെ വെയിറ്റ്. അതായത് ഒരാളുടെ വെയിറ്റ് ഇപ്പോൾ ഒരു 50 കിലോ കൂടുതലാണെങ്കിൽ ഏകദേശം 35 കിലോയോളം നമ്മളൊരു വർഷം കൊണ്ട് ആഫ്റ്റർ സർജറി കുറയും. സർ, ഇപ്പോൾ സർജറിനെ പറ്റി പറഞ്ഞു. സർജറി അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇതിനായിട്ടുണ്ടോ? അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? കാര്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെയില്ല. ഇപ്പോൾ പല ഇൻവെസ്റ്റിഗേഷൻസും അതിൽ റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല റിസർച്ചുകളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പുതിയ ഡ്രഗുകൾ കണ്ടുപിടുത്തം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില ടാബ്ലറ്റ്സ് ഇപ്പോഴും മാർക്കറ്റിൽ US FDA അപ്രൂവ്ഡാണ്. റിബേസൽസ് എന്ന് പറയും, അല്ലെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ്, നമുക്ക് തീരെ ഭക്ഷണത്തോട് രുചി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ വെയിറ്റ് കുറയും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധിക വെയിറ്റ് ഇല്ലെങ്കിൽ, മേ ബി ഒരു ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഈ ടാബ്ലറ്റൊക്കെ സെമാഗ്ലൂട്ടൈഡൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സർ, ഇപ്പോൾ നമ്മൾ ബലൂൺ ചികിത്സേനെ പറ്റി കേട്ടിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒബിസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ചെയ്യുന്ന വയറ്റിനകത്ത് ഒരു വലിയ ബലൂൺ അങ്ങോട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പം അവർക്ക് എപ്പോഴും തന്നെ വയറ് ഫുള്ള് പോലെ തോന്നും. അവർ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിക്കുമ്പോഴേക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ അവരുടെ കാലറി ഇൻടേക്ക് കുറയുന്നു. അപ്പോൾ അവർ വെയിറ്റ് കുറയും. ബലൂൺ ചികിത്സ അതാണ്. ഇൻട്രാഗാസ്ട്രിക് ബലൂൺ എന്ന് പറയും. അതിനെ കൊണ്ട് നമുക്ക് വെയിറ്റ് ഒരു പരിധി വരെ കുറയും. സർജറി കൊണ്ട് കുറയുന്ന അത്രയും വെയിറ്റ് ഈ ബലൂൺ ചികിത്സയിൽ കൊണ്ട് കുറയണം എന്നില്ല. ഒരു 8 to 10 kilograms ഒക്കെ കുറയായിരിക്കാം. പക്ഷേ 8 to 10 kilogram കുറയുമ്പോൾ തന്നെ ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ വളരെയധികം കൺട്രോൾഡ് ആവുന്നു. ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ തന്നെ കൺട്രോൾഡ് ആവും. അതാണ് ബലൂൺ ചികിത്സ. പിന്നെ ബലൂൺ ചികിത്സ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം, 6 മാസത്തേക്ക് മാത്രമേ നമുക്ക് ബലൂൺ വയറ്റിനകത്ത് ഇടാൻ പറ്റുള്ളൂ. 6 മാസം കഴിയുമ്പോൾ ബലൂണിനടുത്ത് മാറ്റേണ്ടി വരും. അപ്പോഴേക്കും അവർ 5 കിലോ കുറഞ്ഞു കാണും. പിന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസിലൂടെ അവർ മുന്നോട്ട് പോകണം. ഓക്കെ. സോ നമ്മൾ 1 time മാത്രമേ ഇത് ബലൂൺ ഇൻസേർട്ട് ചെയ്യൂ? അല്ല, വീണ്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ആ ബലൂൺ മാറ്റി വേറെ ബലൂൺ നമുക്ക് ഇടാം. ഒരു 4-5 പ്രാവശ്യം നമുക്ക് ബലൂൺ ഇടാം. ഇത് വളരെ ലോങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണോ ബലൂൺ ചികിത്സ? അല്ല, OP പ്രൊസീജിയറാണ്. ആക്ച്വലി പേഷ്യൻറ്റിന് OPയിൽ വന്നു കഴിഞ്ഞിട്ട് അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ബലൂൺ ഇൻസേർഷൻ എന്ന് പറയുന്നത്.
ബലൂൺ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ ഫുഡ് ഇൻടേക്കിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. അവർ മെലിഞ്ഞുകൊണ്ടേയിരിക്കും. 5-8 കിലോ 8 to 10 കിലോസ് ഒക്കെ അതിലും കൊണ്ട് ലോസ് ഉണ്ടാവും. ആൻഡ് ഒരു 5-6 മാസം കൊണ്ട് നമുക്ക് മാറ്റി വേറെ ബലൂൺ ഇടേണ്ടി വരും. ഇപ്പോൾ സർ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ പൊതുവേ ഇല്ലേ വയറ് കൂടുതലുള്ള ആളുകളെ കാണാറുണ്ട്. അവർക്ക് തടിയുണ്ട്, പക്ഷേ തടിയിലും മുന്നിൽ നിൽക്കുക അവരുടെ വയറായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ. അതെ, അത് വളരെ ഒരു കാര്യമായൊരു പോയിൻ്റാണ്. കാരണം ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ സബ് കോണ്ടിനെൻറ്റിൽ അതായത് ഏഷ്യ പസഫിക് കൺട്രിയിലുള്ള ഒരു പ്രത്യേകത അവർക്ക് മെയിൻലി അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ടാവും. വെസ്റ്റേണേഴ്സിനെ പോലെയല്ല. അവരുടെ ഒബിസിറ്റി ജനറലാണ്, ബോഡി മുഴുവൻ തന്നെയും അവർക്ക് ഫാറ്റ് ഉണ്ടാവാം. പക്ഷേ ഇന്ത്യക്കാർ കൂടുതലും വയറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് വയറിനകത്താണ്. അതൊരു വലിയ പ്രോബ്ലമാണ്. കാരണം വയറ്റിനകത്തുള്ള ഈ ഫാറ്റ് പല ഹോർമോൺസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ വളരെ ഹൈ ആണ്. സോ അബ്ഡോമിനൽ ഒബിസിറ്റി ഒരു വളരെ മേജർ പ്രോബ്ലമാണ്. നമ്മളത് മെഷർ ചെയ്യുന്നത് അബ്ഡോമിനൽ ഗർത്ത് കൊണ്ടാണ്. ആണുങ്ങളിൽ അത് 95-ഉം പെണ്ണുങ്ങളിൽ അതൊരു 85-ഉം ആണ് നമ്മുടെ അബ്ഡോമിനൽ ഗർത്ത് വരുന്നത്. അത്ര ഇഞ്ചാണ് വരുന്നത്. അതിൽ കൂടുതൽ കഴിഞ്ഞാൽ നമ്മളതിന് ഒബിസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർ, നമ്മൾ സർജറിയാണ് ഒരു മെയിൻ ചികിത്സ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സർജറി ഉണ്ട്, അല്ലെങ്കിൽ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനറലി സർജറി 2 തരത്തിലാണുള്ളത്. ഒന്ന് റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻ എന്ന് പറയും. അതായത് നമുക്ക് വേണ്ടുന്നത്ര ഫുഡ് കഴിക്കാൻ കഴിയില്ല. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സൈസ് അങ്ങ് ചെറുതാക്കുക, വളരെയധികം ചെറുതാക്കുക. ആ ഓപ്പറേഷൻ്റെ പേരാണ് സ്ലീവ് ഗാസ്ട്രക്ടമി. റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷനിലൊരു ഓപ്പറേഷനാണ് സ്ലീവ് ഗാസ്ട്രക്ടമി. നമ്മുടെ സ്റ്റൊമക്ക് ഒരു 100 ml പൗച്ച് മാത്രമായിട്ട് മാറ്റുക. അപ്പോൾ പേഷ്യൻറ്റ് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. മാത്രമല്ല കുറച്ച് കഴിക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് സറ്റൈറ്റി ഉണ്ടാകുന്നു, ഒരു ഫുള്ളായ ഒരു തോന്നൽ അവർക്കുണ്ടാകുന്നു. അവർക്ക് കൂടുതൽ വിശപ്പുണ്ടാവില്ല. അതിന് മെയിൻ കാരണം വിശപ്പുണ്ടാക്കുന്നത് ഗ്രിലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ഈ ഗ്രിലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കുന്നത് സ്റ്റൊമക്കിൻ്റെ മേലേതാണ്. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ട് റിമൂവ് ചെയ്യുമ്പോൾ വിശപ്പുണ്ടാകുന്ന ഈ ഹോർമോൺ കുറയുന്നു. മാത്രമല്ല കുറച്ച് കഴിക്കുമ്പോഴേക്ക് അവർക്ക് വയറെന്ന് അറിയുന്നു. അപ്പോൾ അതാണ് റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻ, സ്ലീവ് ഗാസ്ട്രക്ടമി. അതാണ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷൻ ഈ സ്ലീവ് ഗാസ്ട്രക്ടമിയാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ഓപ്പറേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സർജറി തീർക്കാം. കീ ഹോളിലാണ് എല്ലാ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. വിത്തിൻ 7 days ദേ ക്യാൻ ബി ബാക്ക് ടു ദെയർ നോർമൽ വർക്ക്. കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യാൻ പറ്റും. വേറൊരു ഓപ്പറേഷനാണ് നമ്മുടെ മാൽ അബ്സോർപ്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റീവ് പ്ലസ് മാൽ അബ്സോർപ്റ്റീവ് പ്രൊസീജിയർ. അതിലൊന്നാണ് നമ്മൾ റൂവൻ വൈ ഗാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയും, അല്ലെങ്കിൽ മിനി ഗാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയും. അതായത് ഈ പേഷ്യൻസിനൊക്കെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. പക്ഷേ കഴിച്ച ഭക്ഷണം തന്നെ മുഴുവൻ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ഇൻഡസ്ട്രീനൊക്കെ നമ്മൾ ഒന്ന് റീറൂട്ട് ചെയ്യും. അപ്പോൾ കഴിച്ച ഭക്ഷണം മുഴുവൻ തന്നെ ദഹിച്ച് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അപ്പം നമ്മളുടെ കാലറി അബ്സോർപ്ഷൻ കുറയുന്നു. അപ്പോൾ അങ്ങനെ അവർ മെലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ഓപ്പറേഷനാണ്. ഒന്ന് റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷൻ, മറ്റേത് റെസ്ട്രിക്റ്റീവ് പ്ലസ് മാൽ അബ്സോർപ്റ്റീവ് ഓപ്പറേഷൻ. ഈ 2 തരത്തിലുള്ള ഓപ്പറേഷനാണ് കോമൺ ആയിട്ട് നടക്കുന്നത്. സോ നമ്മൾ ഈ സർജറി കഴിഞ്ഞാലേ പിന്നീട് ഈ അമിതവണ്ണം തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ട്. അമിതവണ്ണം തിരിച്ചു വരാൻ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും ഇവരുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണം. ദേ ഹാവ് ടു ബി 3 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം. റെഗുലർ എക്സസൈസ് വേണം. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ ഫ്രീക്വൻ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുക, അതും ഹൈ കാലറി ഡയറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവരുടെ കാലറി ഇൻടേക്ക് വീണ്ടും കൂടുകയാണ്. അപ്പോൾ അവർ വീണ്ടും തടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും പഴയ ഒരു വെയിറ്റിലേക്ക് വരില്ല. എങ്കിലും അവർ ഒരു 10 കിലോ ഒക്കെ കൂടിയെന്ന് വന്നേക്കാം, ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവരുടെ ഡയറ്റ് ആൻഡ് എക്സസൈസ് അവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും തടി കൂടാനുള്ള സാധ്യത ഉണ്ട് അവർക്ക്. സർ, കീ ഹോൾ സർജറിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ? അതായത് ഞാൻ പറഞ്ഞു, ഈ ഒബിസിറ്റി സർജറികളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് കീ ഹോൾ സർജറിയിലൂടെയാണ്. അതായത് നിങ്ങൾക്കറിയാലോ, അബ്ഡമിനിൽ ആകെ 3-4-5 മില്ലിമീറ്ററുള്ള മുറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ അബ്ഡമിൻ്റെ ഈ സ്റ്റൊമക്കിൻ്റെ സൈസ് കുറക്കുന്നതും ഈ മാൽ അബ്സോർപ്റ്റീവ് പ്രൊസീജിയർ ചെയ്യുന്നതൊക്കെ തന്നെ ഈ സ്മോൾ ഹോളിലൂടെയാണ്. സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് എവറിത്തിങ് വിൽ ബി സീൻ ഓൺ എ TV മോണിറ്റർ. അത് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അപ്പം അതിനെ കൊണ്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ അബ്ഡോമിനൽ പെയിൻ, മുറിവ് വളരെ കുറവായിരിക്കും, കോസ്മെറ്റിക്കലി ബെറ്ററാണ്, വലിയ സ്കാറൊന്നും അബ്ഡോമിൻ്റെ മേലെ ഉണ്ടാകുന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നു, 2 ദിവസം കൊണ്ട് അവർക്ക് വീട്ടിലേക്ക് പോകാം. പേഷ്യൻ്റ് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഫ്ലൂയിഡ് കഴിച്ചു തുടങ്ങാം, ഭക്ഷണം കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള പ്രത്യേകത. ബട്ട് ഏർലി റിക്കവറി ആൻഡ് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്നു. വിതിൻ എ വീക്ക് അവർക്ക് തിരിച്ച് ജോലിക്കൊക്കെ പ്രവേശിക്കാൻ പറ്റും. കീ ഹോൾ ഓപ്പറേഷൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. സാർ പറഞ്ഞു പ്രോട്ടീൻ ഇൻടേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്, കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഭക്ഷണത്തിന് പുറമെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ദോഷമൊന്നുമില്ല. വേ പ്രോട്ടീനൊക്കെ ഇപ്പോൾ വളരെയധികം കോമൺലി അവൈലബിൾ ആണ്. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്, ബോഡിക്ക് നല്ലതാണ് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിക്കുന്നത്. നമ്മളുടെ ഫുഡിലൊന്നും വേണ്ടുന്നത്ര പ്രോട്ടീൻ ഇല്ല. ഞങ്ങൾ കഴിക്കുന്ന ഫുഡിലൊക്കെ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും ആണുള്ളത്. പ്രോട്ടീൻ്റെ എമൗണ്ട് കുറവാണ്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നമുക്ക് കഴിക്കാം. ഒരാൾക്ക് ഒരു ബോഡിയിൽ അയാളുടെ ഒരു 80 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾക്ക് ഒരു 80 ഗ്രാം പ്രോട്ടീൻ, 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്, അത്രയും പ്രോട്ടീൻ അവർ കഴിക്കണം, ഒരു ദിവസം കഴിക്കണം. അത് നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒബെസിറ്റി. അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മളെല്ലാവരും എപ്പോഴും നോക്കുക എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ മാത്രമാണ്. പക്ഷെ അത് സർജറി അതിൽ എത്ര ഹെൽപ്ഫുൾ ആണെന്നുള്ളത് സാറാണ് നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞു തന്നത്. സോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.